ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതിനി കൊലപാതകം മുതൽ സ്ത്രീപീഡനം വരെയുള്ള ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെട്ടവരാണെങ്കിലും അവരെയൊക്കെ രക്ഷിക്കാൻ CPM-ന്റെ രാഷ്ട്രീയത്തിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാൻ CPM-ന്റെ സമ്മാന പദ്ധതിയും കൂപ്പൺ പിരിവും നടക്കുന്നു എന്നുള്ളതാണ്. ധനസമാഹരണം വായനശാലയുടെ പേരിലാണെന്ന് മാത്രം. കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ പിണറായിയിൽ CPM-ന്റെ മെഗാ സമ്മാന പദ്ധതി. ഈ പദ്ധതി നടത്തുന്നത് പാർട്ടിയുടെ കീഴിലുള്ള വായനശാലയുടെ പേരിൽ. ഈ നടപടി പാർട്ടിക്കുള്ളിൽ ഭിന്നതയ്ക്ക് വഴിയൊരുക്കി. EMS ഗ്രന്ഥാലയത്തിന്റെ പേരിലാണ് പണപ്പിരിവ്. 250 രൂപയാണ് ഒരു കൂപ്പണിന്റെ വില. പിണറായി ഏരിയ കമ്മിറ്റിയിലെ പാർട്ടി അംഗങ്ങൾക്ക് ടാർജറ്റ് നൽകിയാണ് ധനസമാഹരണം. CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പലരും ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ പാർട്ടി അംഗങ്ങൾ നേരിട്ടിറങ്ങുന്നത് പാർട്ടിയോട് അനുഭാവം പുലർത്തുന്നവരിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് ഭൂരിഭാഗം ബ്രാഞ്ച് സമ്മേളനങ്ങളിലും അഭിപ്രായങ്ങൾ ഉയർന്നു. എന്നാൽ EMS ഗ്രന്ഥാലയത്തിന്റെ പേരിലാണ് കൂപ്പണുകൾ അച്ചടിച്ച് ഇറക്കിയിട്ടുള്ളതെന്നും പാർട്ടി നേരിട്ട് പണപ്പിരിവ് നടത്താത്തത് ആശയക്കുഴപ്പം ഒഴിവാക്കാനാണെന്നുമാണ് നേതൃത്വം നൽകിയ വിശദീകരണം. RSS പ്രവർത്തകൻ രമിത്തിനെ വധിച്ചതുൾപ്പെടെ 7ഓളം കേസുകളുടെ നടത്തിപ്പിനും പ്രതികൾക്ക് സഹായം നൽകാനുമാണ് ധനസമാഹരണമെന്നും പരമാവധി സഹായം ഉറപ്പാക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി പാർട്ടി അനുഭാവികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായ പ്രചരണം നടന്നിരുന്നു. ഈ സന്ദേശം ഗ്രൂപ്പിലെ ചില അംഗങ്ങൾ പുറത്തുവിട്ടതോടെയാണ് സംഭവം വിവാദമായത്. 1 കോടിയോളം രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. കാർ, സ്കൂട്ടർ, സ്വർണം, എയർ കണ്ടീഷണർ, ലാപ്ടോപ്പ്, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ ഉൾപ്പെടെ 15ഓളം സമ്മാനങ്ങളാണ് കൂപ്പൺ പിരിവിൽ ഇടം പിടിച്ചിരിക്കുന്നത്. രമിത് വധക്കേസിൽ CPM DYFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ്. പിണറായി ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇത്തവണ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് രമിത് വധക്കേസിലെ പ്രധാന പ്രതിയായ അഹദിനെയാണ്.